ഹലോ ഡിയേഴ്സ്, നമ്മൾ സേ 2025 അതിന്റെ ആൻസർ കീ ആണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടതെന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം മറ്റൊരു കാര്യം, നിങ്ങൾക്ക് +1 +2 കോച്ചിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്ന യുണീക്ക് ചോയ്സ് ആണ് IPS എഡ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആ രീതിയിലുള്ള വാല്യൂ ആണ്. സോ അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ജില്ലകളിൽ നിന്നുള്ള സ്റ്റുഡൻസ് നമ്മുടെ ബാച്ചിനകത്ത് ജോയിൻ ആയത്. നിങ്ങൾക്കും അത് എക്സ്പീരിയൻസ് ചെയ്യാം. അതിനകത്ത് ഡെമോ സെഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ കംഫർട്ടബിൾ ആണ്, ക്ലാസ്സുകളൊക്കെ മനസ്സിലാകുന്നുണ്ട്. ബേസിക് ലെവലിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ബേസിക് ലെവൽ തൊട്ട് കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലാണ്. അപ്പം അതെല്ലാം നിങ്ങൾക്ക് ഡെമോ സെഷൻ അറ്റൻഡ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം എന്നുള്ളതാണ്. സോ അതിനോട് പോകുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പം ഓൺലൈൻ ആയിട്ട് അതിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സാറ്റർഡേ സൺഡേ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തിന് വേണ്ടിയിട്ടും അതുപോലെ റെക്കോർഡ് വർക്ക് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പൊ പഠനം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയില്ല. ഡെയിലി അതിനകത്ത് ലൈവ് ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ പഠനം നിങ്ങൾ അറിയാണ്ട് ഓട്ടോമാറ്റിക്കലി അങ്ങ് പോകും. നിങ്ങൾ ഒരുപാട് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങൾ വരും. അപ്പൊ അടിപൊളിയായിട്ട് നമ്മുടെ കൂടെ നമുക്ക് ഒരുമിച്ച് പഠിക്കാം എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് നിങ്ങളിപ്പം ലൈവ് ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ റെക്കോർഡഡ് വേർഷൻസ് കൂടി അവൈലബിൾ ആകുന്ന രീതിയിലാണ്. അപ്പൊ അതുകൊണ്ട് അതൊന്നും പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. സോ കാര്യങ്ങളെല്ലാം അറിയാം. നമ്മൾ നമ്പർ അവിടെ മുന്നിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോൾ വാൻഡോ ഫാക്ടറി നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് NaCl, KCl, L2SO4 ത്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ രണ്ടാണ്. സോ നെക്സ്റ്റിലോട്ട് പോകുമ്പോൾ തെർമൽ ഡീകമ്പോഷൻ ഓഫ് HI കോൾഡ് സർഫസ് 0 ഓർഡർ ആണ്. അപ്പൊ ഇതിനകത്ത് തെർമൽ ഡീകമ്പോഷൻ മിക്കവാറും കേസുകളിൽ എന്താണ് 0 ഓർഡർ ആണ് വരാറുള്ളത്. അപ്പൊ ഇവിടെയും അങ്ങനെ തന്നെയാണ്. അതിനകത്ത് then gradual decrease in size of atoms or ions. ഇവിടെ പലരും ലാന്തിനോട് കൺട്രാക്ഷൻ എഴുതിയിട്ടുണ്ടാവാം ചിലപ്പോൾ, പക്ഷേ ഇത് എന്താണ് ആക്ടിനൈഡ് സീരീസ് ആണ്, അതുകൊണ്ട് തന്നെ ആക്ടിനോട് കൺട്രാക്ഷൻ ആണ്. പിന്നെ ലൂക്കാസ് റിയേജന്റ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞ് പഠിക്കുന്നതാണ്, എല്ലാവരും പഠിക്കുന്നതാണ്, നമ്മളും പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. പിന്നെ ഇത് മോണോസാക്രൈഡ്, മാൽട്ടോസ്, ഗ്ലൂക്കോസ് ആണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകണം. അതിനകത്ത് ഒരു NCERT അതിന്റെ ബേസിക് ലെവൽ പഠിച്ചാലാണ് അതൊക്കെ കാര്യങ്ങൾ കിട്ടുക. സോ ഇതിനകത്ത് മൊളാരിറ്റി പലപ്പോഴും +1 ക്വസ്റ്റ്യൻസ് അതിനകത്ത് മാർക്കോനിക്കോഫ് റൂള്, അതുപോലെ തന്നെ മൊളാരിറ്റി, വുഡ്സ് റിയാക്ഷൻ അങ്ങനെ +1 ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറച്ച് വന്നിട്ടുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇത് മൊളാരിറ്റി അപ്ലൈ ചെയ്ത് ചെയ്യാനുള്ളതാണ്. ഇതിന്റെ ആൻസർ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. യൂണിറ്റ് ഒക്കെ നിങ്ങൾ എഴുതണം. പിന്നെ ഇത് നമ്മളെ PDF നമ്മൾ കഴിഞ്ഞ വർഷം നിങ്ങൾ ഇതിനകത്ത് ഇത് പഠിച്ചിട്ടുണ്ടാവും. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ സെക്കൻഡറി സെൽ, ഇലക്ട്രോകെമിക്കൽ സെൽ ദാറ്റ് ക്യാൻ ബി റീചാർജ്ഡ് എന്ന് നിങ്ങൾ എഴുതണം. ഡിഫൈൻ ഹാഫ് ലൈഫ് പ്രത്യേകം എല്ലാവരും പഠിക്കുന്നതാണ്. പിന്നെ റെയ്യാമിന്റെ റിയാക്ഷൻ, ഇതൊക്കെ പ്രീവിയസ് ഇയർ PYQ ടൈപ്പ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആൻസർ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും വിചാരിക്കുന്നു. പിന്നെ യൂണിറ്റ് എഴുതണം സെക്കൻഡ്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. യൂണിറ്റ് എഴുതിയില്ലെങ്കിൽ ചിലപ്പോൾ മാർക്ക് നിങ്ങൾക്ക് പോകാം എന്നുള്ളതാണ്. സോ കംപ്ലീറ്റ് റിയാക്ഷൻ ഇതിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു. SO2 എന്ത് CL കണ്ട OH അവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകം. പിന്നെ SO2 തന്നെ PYQ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്യാസ് ആയതുകൊണ്ട് എസ്കേപ്പ് ചെയ്യും എന്നുള്ള രീതിയിൽ. ഗ്യാസസ് ബൈ പ്രോഡക്ട്സ് ഈസിലി എസ്കേപ്സ് ഔട്ട് എന്നാണ് ഇതിന്റെ ആൻസർ. അപ്പൊ അതിനകത്ത് SO2 HCl ഒക്കെ അതിനകത്ത് പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യുന്നുണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ മുന്നത്തെ ആ ഒരു റിയാക്ഷനിൽ ക്ലോറോ ബെൻസീനെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, ഐസൊലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് മാർക്കോനിക്കോഫ് റൂൾ ആണ്. അപ്പം അതാണ് ഒരു +1 ടൈപ്പ്. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. +1 അല്ലാതെ നമ്മുടെ പറയുന്നത് തന്നെയാണ് അതിനകത്ത്, നമ്മുടെ ആൽക്കഹോളിനകത്ത് പറയുന്നത് തന്നെയാണ്. ദെൻ പിന്നീട് സാലിസിലിക് ആസിഡ്, ഇത് പലരും സാലിസിലിക് ആസിഡ് അല്ലെങ്കിൽ കോൾഡ് റിയാക്ഷൻ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ IUPAC നിയമം ചോദിച്ചിട്ടുണ്ട്, 2-ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ്. പിന്നെ ഇത് സോഡിയം ആൽക്കോക്സൈഡ് നമ്മൾ ഡിസ്കസ് ചെയ്ത വില്യംസൺ ഈതർ സിന്തസിസിൽ നമ്മുടെ സ്ലൈഡിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിന്റെ വില്യംസൺ ഈതറിന്റെ എക്സാമ്പിൾ ആയിട്ട് NCERT പറയുന്നതാണ്. ഇതിനകത്ത് എന്ത് ടെർട്രിബ്യൂട്ടൈൽ ആൽക്കോക്സൈഡുമായിട്ടുള്ള റിയാക്ഷൻ. പക്ഷേ ഇവിടെ അതിനകത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്, സോഡിയം ആൽക്കോക്സൈഡ് റിയാക്ട് വിത്ത് റിയാക്ഷൻ ടെർട്രിബ്യൂട്ടൈൽ ഈഥൈൽ ഈതറാ ചോദിച്ചത്. അപ്പൊ പലരും ഈഥൈൽ ഈതറിന്റെ എഴുതി വെച്ചിട്ടുണ്ടാകാം. അപ്പൊ അത് ഈഥൈൽ ഈതർ ആണ്. അപ്പൊ ഈഥൈൽ ഈതറിന്റെ പ്രിപ്പറേഷൻ ആണ് എഴുതേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ X and Y ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു. ഇത് ഏതായിരുന്നു, ഗട്ടർമാൻ. ആൻസർ ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. X എന്ന് പറഞ്ഞാൽ എന്താണ്, ബെൻസീൻ. ഉണ്ടെങ്കിൽ നമ്മൾ ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ ഒക്കെ കോഡ് വെച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് എന്താണ്, ബെൻസാൽഡിഹൈഡ് ആണ് വരുന്നത്. പിന്നെ ഇത് ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ റിയാക്ഷൻ ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെ ഫ്രീഡൽ ക്രാഫ്റ്റ് വരുമ്പോഴും അന്നൈഡസ് അലൂമിനിയം എന്ന ക്ലോറിൻ തട്ടിയിട്ട് അവിടെ ചേർത്ത് കൊടുക്കുക, കൈ വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാർബൈലമീൻ നമ്മൾ ആരോ NH പോകുമ്പോൾ മയങ്ങി വീണു, കോൻഹെ ഇന്ത്യക്കാരൻ ചോദിച്ച കഥയൊക്കെ പറഞ്ഞ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ അതിനകത്ത് മിക്സ്ചർ ഓഫ് ഇത് ഇപ്പോ റൗൾസ് ലോ നിങ്ങൾ എഴുതണം. അതിനകത്ത് നമ്മൾ റൗൾസ് ലോ എഴുതാൻ വേണ്ടിയിട്ടുള്ള കോഡ്, ഹെൻറീസ് ലോ തല തിരിച്ച് എഴുതുന്ന രീതിയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം നമ്മൾ. പിന്നെ
ഐഡിയൽ സൊല്യൂഷന്റെ പ്രോപ്പർട്ടി അത് പിന്നെ എല്ലാവരും എഴുതിയിട്ടുണ്ടാകും. പിന്നെ ഇത് ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. നമ്മളിപ്പോൾ ഇതിനകത്ത് PDF ഉണ്ടായിരുന്നു, NCERT ഉള്ളത് പ്രീവിയസ് ടൈപ്പ് ക്വസ്റ്റൻ ഒക്കെ തന്നെയാണ് NCERT ഉണ്ടെന്നാണ്. പിന്നെ ഇത് വളരെ എല്ലാവരും പഠിക്കുന്ന മസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആയിരുന്നു. ഇത്തവണ അതിനകത്ത് വരാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ 20 ഡിഗ്രി 40 ഡിഗ്രി എന്നുള്ളത് അവിടെ നിങ്ങൾ ഡിഗ്രീനെ കെൽവിനിലോട്ട് മാറ്റണം എന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചിരുന്നു. സോ അതിന്റെ ആൻസർ 52 ജൂൾ പെർ മോളാണ്. യൂണിറ്റ് ഒക്കെ നിങ്ങൾ എഴുതാം എപ്പോഴും ആൻസർ കിട്ടുമ്പോൾ. പിന്നെ K2 CR207 നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചതിന് കണക്കില്ല എന്നുള്ളതാണ്. അത്രമാത്രം നമ്മൾ പഠിപ്പിച്ചിരുന്നു. പിന്നെ ഇത് നമ്മുടെ സ്ലൈഡിൽ ഡയറക്റ്റ് അതിനകത്ത് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ മാഗ്നറ്റിക് മൊമെന്റ് ചെയ്യാൻ പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഓക്സിഡൈസിങ് റിഡക്ഷൻ ക്രിസ്റ്റൽ ഫീൽഡിന്റെ T2G-യുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങൾ തലേ ദിവസം ഒരുപാട് നേരെ ഇരുന്ന് വീണ്ടും പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിത്. അപ്പം ഇതൊക്കെ ഡയറക്റ്റ് അങ്ങനെ വന്നു എന്നുള്ളതാണ്. PYQ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇവിടെ ഇതെല്ലാം ഈസിയാണ്. ഇതിനകത്ത് കോർഡിനേഷൻ കോമ്പൗണ്ട് നെയിം ഈസി ആണെങ്കിലും ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാകാം ആ ഒരു നൈട്രിറ്റോ എന്നൊക്കെ വന്നുകൊണ്ട്. എന്നിരുന്നാലും ഇതിനകത്ത് കോർഡിനേഷൻ നമ്പറും NO2 ഒക്കെ വളരെ ഈസി ആയിരുന്നു. പിന്നെ ഇതിനകത്ത് നിക്കൽ ടെട്രാ കാർബണിലും അയൺ പെന്റാ കാർബണിലും നിങ്ങൾക്ക് എക്സാമ്പിൾ എഴുതാം. മെറ്റൽ കാർബണിലെ സിനർജിക് മെറ്റൽ ലിഗാൻഡ് ബോണ്ടിങ് നമ്മൾ പറഞ്ഞിരുന്നു. സിഗ്മ ബോണ്ടും ഉണ്ട്, പൈ ബോണ്ടും ഉണ്ട്. അപ്പൊ ബോണ്ട് സ്ട്രോങ് ആകും എന്നുള്ള ഒരു കാര്യമാണ് ഇതിന്റെ പ്രോപ്പർട്ടി വരുന്നത്. പിന്നെ അതിനകത്ത് നിങ്ങൾക്ക് 2 പ്രോപ്പർട്ടീസ് ആണ്. അപ്പം അതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പൈ ഡൊണേഷൻ വരുന്നുണ്ട് അതിനകത്തേക്ക്. പൈ സ്റ്റാർ ഓർബിറ്റലിലോട്ട് പൈ ബോണ്ടിന്റെ ആ ഒരു ഡൊണേഷൻ മെറ്റലിന് വരുന്നതുകൊണ്ട് തന്നെ അവിടെ മെറ്റൽ ലിഗാൻഡ് ബോണ്ട് എന്താവുന്നുണ്ട്, ലിഗാൻഡിനകത്തെ ബോണ്ട് എന്താവുന്നുണ്ട്, വീക്ക് ആവുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പം പൈബാക്ക് ഡൊണേഷൻ ടു ലിഗാൻഡ്സ് ആന്റിബോണ്ടിങ് ഓർബിറ്റൽസ് വീക്കൻ ബോണ്ട് വിത്തിൻ ദ ലിഗാൻഡ് എന്നുള്ള കാര്യം അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ മിക്കവാറും ആളുകൾ എഴുതിയിട്ടുണ്ടാവില്ല. എനിവേ അതിനകത്ത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും ചിത്രമൊക്കെ വരച്ച് പൈ ബോണ്ട് സിഗ്മ ബോണ്ട്. പിന്നെ സ്ട്രെങ്തൻസ് മെറ്റൽ ആൻഡ് ലിഗാൻഡ് ബോണ്ട് പൈ ആൻഡ് സിഗ്മ ബോണ്ട് നിങ്ങൾ എഴുതാം. അതൊക്കെ എഴുതിയിട്ടുണ്ടാവും. എനിവേ പിന്നെ NiCr അത് എഴുതി. പിന്നെ ചോദിച്ചത് സ്വാർട്സ് റിയാക്ഷൻ ആണ്. നമ്മൾ പ്രത്യേകം കോഡ് വെച്ച് വെള്ളിയുടെ വാളും സിൽവറിന്റെ കഥയും ഒക്കെ പറഞ്ഞിരുന്നു. പിന്നെ നമ്മുടെ മണലിട്ട റോഡിലെ സാൻഡ് മയർ അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകം യൂട്യൂബിൽ വീഡിയോ ചെയ്തിരുന്നു. വുഡ്സ് റിയാക്ഷൻ അതായത് പറഞ്ഞ +1 ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റൻ അതിനകത്ത് വുഡ്സ് റിയാക്ഷൻ. +1 എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ആലോ ആൽക്കെയിൻസ് നമ്മൾ പഠിക്കുന്നത് തന്നെയാണ്. അതന്നെ HBZ ഇതൊക്കെ നമ്മൾ ഫ്രീക്വന്റ് സ്ഥിരം വരുന്നതാണ്. മാത്സ് അപ്പോഴും എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ഇൻസ്ബർഗ് പ്രത്യേകം പറഞ്ഞിരുന്നു. ഇതായിരിക്കും നിങ്ങളെ കൺഫ്യൂഷൻ ആക്കിയിട്ടുണ്ടാവുക. പക്ഷെ അത് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് നമ്മളെ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1, 2 ടെർഷറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഫസ്റ്റ് 2 എഴുതിയാൽ തന്നെ അതിന്റെ ആൻസർ ആയി. ടെർഷറിക്ക് നോ റിയാക്ഷൻ. അപ്പൊ അല്ലാണ്ട് N-മീഥൈൽ അമീനും N-മീഥൈൽ മെഥനാമീനും തമ്മിൽ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാകാം. പക്ഷെ ഇതാണ് സംഭവം. നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. കാരണം ആ ചിത്രം വരച്ച് നമ്മൾ പഠിപ്പിച്ചു, നമ്മൾ പ്രത്യേകം എളുപ്പമാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു. പിന്നെ എസെൻഷ്യൽ നോൺ എസെൻഷ്യൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. വൈറ്റമിൻ C ആണ്, അത് സ്കെർവി ആണ്. അപ്പം അത് ചിലപ്പം ചില കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. DNA RNA ഒക്കെ എല്ലാവരും പഠിക്കുന്നത് തന്നെയാണ്. ഓസ്മോട്ടിക് പ്രഷർ നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു. ഓസ്മോട്ടിക് പ്രഷറിന്റെ ആപ്ലിക്കേഷൻ പഠിക്കണം, റിവേഴ്സ് ഓസ്മോസിസ് ആപ്ലിക്കേഷൻ പഠിക്കണം എന്നൊക്കെ. പിന്നെ ഓസ്മോട്ടിക് പ്രഷറിന്റെ ഡെഫിനിഷൻ പ്രഷർ നമ്മൾ പ്രത്യേകം നമ്മുടെ PDF പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം ഇതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ ഓസ്മോട്ടിക് പ്രഷർ കണ്ട ഈ വാൻഡോ ഫാക്ടറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. പിന്നെ അതിനകത്ത് നമ്മൾ മറ്റൊരു കാര്യം കൂടി ചെയ്തിരുന്നു. അപ്പൊ നമ്മൾ അതിനകത്ത് പറഞ്ഞിരുന്നു അതിനകത്ത് എങ്ങനെയാണ് ട്രിക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് പറഞ്ഞിരുന്നു. ടെമ്പറേച്ചർ പക്ഷേ ഇവിടെ ഡിഗ്രിയിലാണ്, 27 ഡിഗ്രി. അത് കെൽവിനിൽ മാറ്റണം. അതൊക്കെ നേരിടുന്ന ഡിഫറൻസ്. പിന്നെ ഇത് നമ്മൾ അയണിനെ ഒരിക്കലും ആക്കാൻ പറ്റില്ല. നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു. ലിക്ബാസാർ എന്ന് പറഞ്ഞിട്ട് ഒരു കോഡൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അയൺ കോപ്പർ വരുമ്പോൾ കോപ്പർ എന്താക്കാൻ പറ്റില്ല, ലെസ് റിയാക്റ്റീവ് ആണ്. കോപ്പറാണ് കാതോഡ്. അപ്പൊ അയണ് റിയാക്റ്റീവ് ആണ്. അപ്പൊ റിയാക്റ്റീവായ മെറ്റലിനെയാണ് സാക്രിഫൈഷ്യൽ ഇലക്ട്രോഡ് ആക്കുക. അപ്പൊ കോപ്പറിനെ അങ്ങനെ ആക്കാൻ പറ്റില്ല. അപ്പൊ അയണിനെ സാക്രിഫൈസ് അയണിന് വേണ്ടിയിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ സാക്രിഫൈഷ്യൽ ഇലക്ട്രോഡായി കോപ്പറിനെ വെക്കാൻ പറ്റൂല. അപ്പൊ അതാണ്. പിന്നെ അതൊക്കെ ഇതിന്റെ സെൽ റെപ്രസെന്റേഷൻ ഒക്കെ നമ്മൾ പ്രത്യേകം പഠിപ്പിച്ചിരുന്നു. ആനോട് കാതോടൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ഇതിനകത്ത് ബീറ്റ എലിമിനേഷൻ റിയാക്ഷനകത്ത് നമ്മൾ അതിനകത്ത് എന്ത് പറഞ്ഞിരുന്നു, ഇതൊക്കെ സ്ലൈഡിലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ. പക്ഷെ ഒരു ബീറ്റ എലിമിനേഷൻ എന്ന് പറയുമ്പോൾ പൊതുവെ ഇതിനെ ഒരു CH2 എക്സ്ട്രാ അവിടെ വന്നിട്ടുണ്ട് ചെയ്യും. പക്ഷെ എന്നിരുന്നാലും സെയിം തന്നെയാണ് വരിക. ഒന്ന് അറ്റത്തും അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ആവുന്ന രീതിയിൽ മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ആവുന്ന രീതിയിലും സൈഡ്സേവ് റൂൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്നു TZ എന്നൊക്കെ പറഞ്ഞിട്ട് സൈഡ്സെഫ് എന്ന് പറഞ്ഞിട്ട് കോഡൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പെന്റ് 2 ഇനാണ്. എനിവേ സ്റ്റേറ്റ് ദ റൂൾ എന്നുണ്ട്. അത് എഴുതി വെച്ച് പേര് പറഞ്ഞാൽ മാത്രം പോലെ ഇൻ ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ഇസ് ദ മേജർ പ്രോഡക്റ്റ് എന്ന് സൈഡ്സേഫ് റൂൾ നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റേറ്റ് ചെയ്യണം. അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളുണ്ടാവും നിങ്ങളുടെ കൂടെ. അപ്പൊ നിങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ +1 +2 ഒക്കെ അടിപൊളിയായിട്ട് പഠിച്ച് നല്ല ഒരു ലൈഫ് അങ്ങോട്ട് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ സജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.